രണ്ടാം വരവിൽ കടുത്ത ഓക്സിജൻ ക്ഷാമമാണ് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നതും. ഈ പ്രതിസന്ധി സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ നിരവധി രാജ്യങ്ങൾ ഇന്ത്യക്ക് ഓക്സിജനും മറ്റ് സഹായങ്ങളും ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സഹായങ്ങളിൽ ഒന്നായിരുന്നു UAEയുടേത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 80 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജനും 4 ISO ക്രയോജനിക് ടാങ്കുകളും കോവിഡ് പ്രതിരോധത്തിനായി UAE അയച്ചിരുന്നു. എയർഫോഴ്സിന്റെ C-17 വിമാനത്തിലാണ് UAE ഓക്സിജൻ അയച്ചത്. എന്നാൽ ഒരു പ്രതിസന്ധി സമയത്ത് ഇന്ത്യയെ സഹായിച്ച UAEയോട് ഇന്ത്യ ചെയ്തതാവട്ടെ കൊടും വഞ്ചനയാണ്. UAE അയച്ച ഓക്സിജൻ ടാങ്കറുകളിൽ പതിപ്പിച്ച സ്റ്റിക്കറുകൾ കീറിക്കളഞ്ഞ് പകരം അതിൽ അംബാനിയുടെ റിലയൻസ് കമ്പനിയുടെ സ്റ്റിക്കറുകൾ ഒട്ടിക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. ഓക്സിജൻ ടാങ്കറുകളിൽ UAEയുടെ സ്റ്റിക്കറുകൾ കീറിക്കളഞ്ഞ റിലയൻസിന്റെ സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്ന വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിന്റെ വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനലിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ അമർത്തി ആദ്യമുള്ള ഓൾ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ്. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് UAEയിലെ അഭിഭാഷകനും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ ഡയറക്ടറുമായ മജബൽ അൽ ഷാരിഖി രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഇന്ത്യയുടെ ഈ കൊടും വഞ്ചനയ്ക്കെതിരെ അൽ ഷരീഖ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ്: We don't mind you changing the skin like a snake or color like chameleon, but let the oxygen sent by the Arabs reach the poor needy Indian patient gasping for it. Deceive did not form because this is the hallmark of Hindutva, but please don't kill. We want Indians to live. എന്നാണ് അതിന്റെ പരിഭാഷ. ഇങ്ങനെയാണ്: പാമ്പിനെ പോലെയോ ഓന്തിനെ പോലെയോ തൊലി മാറ്റുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അറബികൾ അയച്ച ഓക്സിജൻ ദരിദ്രരായ ഇന്ത്യൻ രോഗികളിലേക്ക് എത്തിച്ചേരട്ടെ. ഇത് ഹിന്ദുത്വത്തിന്റെ മുഖമുദ്രയാണെങ്കിലും ദയവായി പാവങ്ങളെ കൊല്ലരുത്. അവർ ജീവിക്കാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അൽ ഷരീഖ തന്റെ ട്വിറ്ററിലൂടെ പറഞ്ഞിരിക്കുന്നത്. UAE രാജകുടുംബാംഗവുമായി ഏറെ അടുത്ത സ്ഥാനമുള്ള ഒരു വ്യക്തി കൂടിയാണ് അൽ ഷരീഖ എന്നുള്ളത്. അറബികളുടെ ഓക്സിജൻ സ്വീകരിക്കുന്നത് മോദി സർക്കാരിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യമാണെന്നും അതുകൊണ്ടാണ് UAEയുടെ സ്റ്റിക്കറുകൾ കളഞ്ഞ് പകരം റിലയൻസിന്റെ സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നതെന്നും ഇതോടെ തന്നെ വ്യക്തമാവുകയാണ്. എന്തായാലും ഒരു പ്രതിസന്ധി സമയത്ത് ഇന്ത്യയെ സഹായിച്ച UAEയോട് ഇന്ത്യൻ സർക്കാർ കാണിച്ചത് കൊടും വഞ്ചനയാണെന്ന് അൽ ഷരീഖയുടെ ട്വീറ്റിന് താഴെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പല അറബ് പൗരന്മാരും കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടിയുള്ള ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വലിയൊരു നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഒരു പ്രതിസന്ധി സമയത്ത് ഇന്ത്യയെ സഹായിച്ച UAEയുടെ ഓക്സിജൻ അടങ്ങിയ ടാങ്കറുകളിൽ UAEയുടെ സ്റ്റിക്കറുകൾ പതിപ്പിച്ചത് എടുത്തുമാറ്റി പകരം റിലയൻസിന്റെ സ്റ്റിക്കറുകൾ പതിപ്പിക്കുക എന്നുള്ളത് രാജ്യത്ത് തന്നെ നാണം കെടുത്തുന്ന ഒരു സംഭവമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.